ശ്രീ സേനാപതി വേണു, ഈ നിങ്ങളുടെ സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കേരളത്തിൽ ഉണ്ടായിരുന്ന 29 പഞ്ചനക്ഷത്ര ബാറുകളായിരുന്നു. അതിനുശേഷം ഒന്നാം പിണറായി സർക്കാർ വന്നത് തന്നെ മദ്യവർജനം എന്ന മുദ്രാവാക്യത്തോടു കൂടിയാണ്, ഉറപ്പോടു കൂടിയാണ്. അതിനുശേഷമുള്ള ബാറുകളുടെ കണക്കെടുപ്പ് പോലും എണ്ണിത്തീരുന്നില്ല. അതിനിടയിലാണ് ഈ മദ്യനയത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്, മറ്റൊരു ബാർക്കോഴ വിവാദം കൂടി കത്തുന്നത്. എനിക്കൊരു 2-3 മിനിറ്റ് സമയം തരണം കേട്ടോ, പെട്ടെന്ന് ചോദിക്കരുത്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങളുടെ വിഷ്വലില് ഈ 2016 ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഒരു പരസ്യമുണ്ടല്ലോ, KPAC ലളിതയും ഇന്നസെന്റും അഭിനയിക്കുന്ന ഒരു പരസ്യം. രണ്ടുപേരും മരിച്ചുപോയി. അപ്പൊ നിങ്ങളുടെ വിഷ്വൽ ശേഖരത്തിൽ ആ പരസ്യം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഒന്ന് പ്രേക്ഷകരെ ഒന്ന് കാണിക്കണം. കാരണം അവരുടെ ഒരു ആഹ്വാനം ഉണ്ടല്ലോ, ഇടതുപക്ഷം വന്നാൽ ഘട്ടം ഘട്ടമായി മദ്യവർജനം നടപ്പിലാക്കും, അതുകൊണ്ട് നുണ പറയുന്നവരെ തിരിച്ചറിയണം എന്ന് പറഞ്ഞ് LDF വരും, എല്ലാം ശരിയാകും എന്ന് പറയുന്ന KPAC ലളിതയുടെയും ഇന്നസെന്റിന്റെയും ആ 2016 തെരഞ്ഞെടുപ്പ് പരസ്യത്തിന്റെ വിഷ്വൽ ഉണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇടയ്ക്കൊന്ന് കാണിക്കണം എന്ന് ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. ഇവിടെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഇറങ്ങി പോകുമ്പോൾ 29 ബാറുകൾ മാത്രം, 712 എണ്ണം ഉണ്ടായിരുന്നതിൽ 2 ഘട്ടമായി. ആദ്യം 480 കൂട്ടാനായിട്ട് തീരുമാനിച്ചു. അതിനുശേഷം ബാക്കി കൂടിയായി 29 ബാറുകൾ ഒഴിച്ച് ബാക്കി മുഴുവൻ ബാറുകളും പൂട്ടിയതിനു ശേഷമാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്നത്. ആ ഗവൺമെന്റിനെ പുറത്തുപോയി യഥാർത്ഥത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെ 2016 കൊണ്ടുവന്നത് ആര് എന്ന് ചോദിച്ചാൽ കേരളത്തിലെ മദ്യലോബിയാണ്. ഇത്തരുണത്തിൽ നമ്മൾ ഓർക്കേണ്ടത് യശശരീരനായ മാണി സാറുമായി ബന്ധപ്പെട്ട ബാർക്കോഴയാണ്. ഒരു വൈകുന്നേരത്തെ ഇതുപോലെ ഒരു ചാനൽ സംവാദത്തിലാണ് ഒരു സ്വകാര്യ ചാനലിൽ ബിജു രമേശ് ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത്. ഞങ്ങൾ ഇങ്ങനെ പുതിയ ബാറിന്റെ ലൈസൻസ് ലഭിക്കുന്നതിന് വേണ്ടി ഇന്നയാൾക്ക് കോഴ കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം നടത്തിയ ഒരു വെളിപ്പെടുത്തൽ. ആ വെളിപ്പെടുത്തലിൽ നിന്നാണ് പിന്നെ കേരളം ഇന്നോളം കണ്ടിട്ടില്ലാത്ത സമര പ്രക്ഷോഭങ്ങളും, നിയമസഭയ്ക്കകത്ത് 13ാം ബജറ്റ് അവതരിപ്പിക്കാൻ വന്ന മാണി സാറിനെ ബജറ്റ് അവതരിപ്പിക്കാൻ തടഞ്ഞുകൊണ്ട് നിയമസഭയ്ക്കകത്ത് ഇവർ കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകളും കമ്പ്യൂട്ടറും സ്പീക്കറുടെ കസേരയും തല്ലി തകർക്കുന്നതും 2 ലക്ഷം രൂപയുടെ പൊതുമുതൽ നശിപ്പിക്കുന്നതിനും ശിവൻകുട്ടി ഉൾപ്പെടെ സദാശിവൻ ഉൾപ്പെടെ 6 MLA-മാരുടെ പേരിൽ ഇപ്പോഴും കേസ് നിൽക്കുന്നതുമെല്ലാം ഈ ബാർക്കോഴയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇവിടെ കൗതുകകരമായിട്ട് ഇപ്പൊ വന്നിരിക്കുന്ന സംഭവം എന്തെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ അന്ന് ബാറുകളെല്ലാം നിരോധിച്ചു, 29 ബാർ മാത്രം അവശേഷിച്ചിട്ട് പോയി. ഇപ്പൊ വന്ന് കേരളത്തിലെ ബാറുകളുടെ എണ്ണം എത്രയെന്ന് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഏതായാലും 1000-ൽ അധികം ബാറുകൾ ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങളുടെ ഇടുക്കിയിൽ നിന്നുള്ള കുമളിയിലെ ഒരു ബാർ, കുമളി ഗേറ്റ് എന്ന പറ്റിയാണ് അതിന്റെ പേര്, അതിന്റെ ഉടമയാണോ എന്ന് എനിക്കറിയില്ല, അതിന് പാർട്ണർഷിപ്പ് ഉള്ള ആളാണ് ഇന്ന് ഇപ്പോ ഈ ബാർ ഉടമകളുടെ അസോസിയേഷന്റെ പ്രസിഡന്റായി ഇപ്പൊ ഫോൺ ചെയ്തത്. അദ്ദേഹം എന്താണ് പറയുന്നത്? എല്ലാ ബാർ ഉടമകളും 2.5 ലക്ഷം, 2.5 ലക്ഷം രൂപ വീതം നമ്മൾ തരണം, നമ്മൾ ആ തുക കൊടുക്കണം. എന്തിനു വേണ്ടിയാണ് ആ തുക കൊടുക്കുന്നത്? ആ തുക കൊടുക്കുന്നത് ഒന്ന് ഡ്രൈ ഡേ മാറ്റുന്നതിന്, ഇനി ചിലപ്പോൾ ബാറിന്റെ സമയം അല്പം എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 1000-ഓളം ബാറുകൾ 2.5 ലക്ഷം രൂപ വെച്ച് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇനി 1, 2, 8, 10 കണക്കുകൾ എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കോട്ടെ, ഏതാണ്ട് 20 കോടിക്കും 25 കോടിക്കും ഇടയിലുള്ള തുകയാണ് ഇവർ കളക്ട് ചെയ്യുന്നത്. ഇവർ ഈ തുക ആർക്കാ കൊടുക്കുന്നത്? സ്വാഭാവികമായും ഇന്ന് ഇടുക്കിയിൽ ഇടതുപക്ഷത്തിന്റെ മുൻ ജില്ലാ കൺവീനർ ശ്രീ KK ശിവരാമൻ ഉന്നയിച്ചതുപോലെ ഇത് ആരെയൊക്കെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയാണല്ലോ ഇവർ കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇവർ കൊടുക്കണമെങ്കിൽ ഈ മദ്യനയം മാറ്റാൻ അതിനുശേഷിയുള്ളത് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയും അതുപോലെ തന്നെ ഈ സംസ്ഥാനത്തിന്റെ എക്സൈസ് വകുപ്പ് കൈയാളുന്ന MB രാജേഷുമാണ്. അപ്പൊ ഒരു സംശയവും വേണ്ട, ഈ പണം, ഈ 25 കോടി രൂപ, ഈ അഴിമതി പണം ഒന്നുകിൽ ഇടതുമുന്നണിയിലേക്ക് പോകും, അതല്ല എങ്കിൽ മന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിയുമായി ബന്ധപ്പെട്ട ആളുകളോ അത് കളക്ട് ചെയ്യുമ്പോൾ. അതാണല്ലോ ഏതായാലും അനുമോൻ പറഞ്ഞിരിക്കുന്ന, അനുമോന് വേണ്ടിയല്ല, അനുമോൻ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, ഇതൊക്കെ കൊടുത്തുവെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ. എന്താണ് കാര്യം? നമുക്കറിയാം, ഇപ്പൊ ഡ്രൈ ഡേ, ഗാന്ധി ജയന്തി ദിനം, വിഷു, ഈസ്റ്റർ, ഓണം, അങ്ങനെ ഒരു എത്രയോ എണ്ണപ്പെട്ട ദിവസങ്ങൾ, പിന്നെ എല്ലാ മാസവും 1-ാം തീയതി, ഇതാണ് ഡ്രൈ ഡേ. അപ്പോ ആ ഡ്രൈ ഡേയിൽ പോലും മദ്യം വിൽക്കുന്നതിന് വേണ്ടി ഓരോ ബാർ ഉടമയും 2.5 ലക്ഷം രൂപ അല്ലെങ്കിൽ 2.5 ലക്ഷം രൂപ വീതം കോഴ കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 1000-ഓളം ബാറുകൾ തുറക്കാൻ വേണ്ടി ഇവർ മേടിച്ചിരിക്കുന്ന തുക എത്രയായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കുക. ഈ 4, 5, 8, 10 ദിവസം, ഇല്ലേ 10, 20 ദിവസം, അല്ലെ എല്ലാ മാസത്തെ 1-ാം തീയതിയും ഈ പ്രധാനപ്പെട്ട ദിവസങ്ങൾ
ദിവസങ്ങളും ഉൾപ്പെടുന്ന ഈ ദിവസങ്ങളിൽ ഇത് തുറക്കുന്നതിന് വേണ്ടി ആ നയം മാറ്റുന്നതിന് 2.5 ലക്ഷം രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഇത് പുതുതായി തുറക്കുന്നതിന് എത്ര കോടിയുടെ ഇടപാടുകളാണ് ഈ നാട്ടിൽ നടന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോ ഇന്നിപ്പം ബഹുമാനായ എക്സൈസ് വകുപ്പ് മന്ത്രി പറയുന്നത് DGPക്ക് ഞാൻ കത്ത് കൊടുത്തു. DGPക്ക് കത്ത് കൊടുത്തിട്ട് എന്താ കാര്യം? ഇത് ഇപ്പോ നമ്മൾ ഈ വർത്തമാന കാലഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നു. ഞങ്ങൾ അരവിന്ദ് കെജ്രിവാളും ഞങ്ങളൊക്കെ ഒരു മുന്നണിയിലുള്ള ആളുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ ഡൽഹിയിൽ ഉണ്ടായ പ്രശ്നം എന്താണ്? ഡൽഹിയിലെ നിലവിലുണ്ടായിരുന്ന മദ്യനയം മാറ്റത്തിന്റെ പേരിൽ 100 കോടി രൂപ കൈക്കൂലി വാങ്ങിയിരിക്കുന്നു എന്ന കേസിൽ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടക്കുന്ന 50 ദിവസം കിടന്നു. കഴിഞ്ഞ 5-ാം തീയതി അദ്ദേഹത്തിന് 25-ാം തീയതി അദ്ദേഹത്തിന് 5-ാം തീയതി ജാമ്യം കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അത് അന്വേഷിച്ചതുപോലെ ഒരു കേന്ദ്ര ഏജൻസി വേണു, ഇപ്പോൾ ഈ ആം ആദ്മി സർക്കാർ അങ്ങനെ മദ്യനയ അഴിമതി കേസിൽ അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന് കോൺഗ്രസ് സമ്മതിക്കുന്നുണ്ടല്ലേ? അല്ല, അത് കോൺഗ്രസ് ആണല്ലോ ഈ അഴിമതിയെ കുറിച്ച്. ഞാൻ പറഞ്ഞത് നമ്മുടെ വിഷയം അതല്ല, അഴിമതിയുടെ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസിന്റെ ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആണ് ആദ്യമായിട്ട് പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നു എന്ന്. 2 കൊല്ലം ശേഷവും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അല്ല, അതെ. അപ്പോ ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്തെന്ന് ചോദിച്ചാൽ, അതിനോട് താരതമ്യം പ്രാപിക്കുന്ന അല്ലെങ്കിൽ അതുമായി ചേർന്ന് പോകുന്ന ഒരു വലിയ അഴിമതിക്ക് ഉള്ള കളമൊരുക്കലാണ് ഇവിടെ. BJP ഉന്നയിക്കുന്ന പ്രധാന ആരോപണം അത് തന്നെയാണ്.